Hello, welcome to another class. It's a poem, Death the Leveler, written by James Shirley. It's a poem with philosophical touch. The poem is highly philosophical and biblical. ഓക്കെ, അത് വളരെ തത്വചിന്താപരമായൊരു കവിതയാണ്. ബൈബിളിലെ ആശയങ്ങളുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കവിതയാണ്. You know, death is always a fascinating subject for poets. അതായത് ഈ കവികളെ പൊതുവെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു വിഷയമാണ് മരണം എന്നുള്ളത്. സോ ദിസ് പോം discusses philosophical aspects of death. Okay, let's move. This is the first stanza of the poem. The glories of our blood and state are shadows, not substantial things. The poet says that at the very beginning of the poem, the poet says that the glories of blood and state, that means the glories man attained from war and status, are mere shadows, not substantial things, means not real things, not important things. അതായത് നമ്മൾ ഈ പ്രശസ്തിയിൽ നിന്നും യുദ്ധത്തിൽ നിന്നൊക്കെ നേടുന്ന ഒരു കീർത്തി, അത് ഒക്കെ താൽക്കാലികമാണ്, ഒരു ഷേഡോ ആണ്, അല്ലെങ്കിൽ അതിലൊന്നും വലിയ പ്രാധാന്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. In front of death, such things are not important. There is no armor against fate. Look, fate is the F of the term fate is capitalized. Please note. This is the example of personification. Personification എന്നുള്ളൊരു അലങ്കാരമാണ്. അതായത് വ്യക്തിയല്ലാത്ത, മനുഷ്യനല്ലാത്ത സംഗതിയെ മനുഷ്യനായിട്ട് കാണുക. ഇവിടെ വിധി എന്നതിനെ മനുഷ്യനായിട്ട് കാണുന്നു. അതായത് വിധിക്കെതിരെ നമ്മുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. Death lays his icy hand on kings. Here D of the term death is also capitalized. This is also an example of personification. Personification എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, മരണത്തെ ഒരു വ്യക്തിയായി സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യനായി സങ്കല്പിക്കുക. നമ്മൾ യമൻ എന്നൊക്കെ നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ ഉള്ള പോലെ. Death lays his icy hand on kings. That means even kings cannot escape from the icy hands of death. They are also a subject to death. അതായത് death knows no discrimination between poor and rich, king and common man. അതായത് മരണത്തിന് അങ്ങനെയൊന്നുമില്ല. പണക്കാരൻ പെട്ടവന്നോ സാധാരണക്കാരൻ രാജാവെന്നോ ഒന്നുമില്ല. അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് പ്രശസ്തി നേടിയ ആള്, സ്ഥാനങ്ങൾ കൊണ്ട് കീർത്തി നേടിയ ആള്, അങ്ങനെയൊന്നും മരണത്തിനില്ല. ഡെത്ത് നോസ് നോ discrimination. He is the leveler. Leveler means equalizer. He equalizes the rich and the poor, the king and common man. Okay. Scepter and crown must tumble down. Scepter means a stick in the hands of king. നമ്മൾ ചെങ്കോൽ എന്ന് പറയും. Scepter and crown, a symbol of power, അധികാരത്തിന്റെ അടയാളമാണ്. ഇതിനെ ഈ അലങ്കാരത്തിന് മെറ്റോനിമി എന്നാ പറയാട്ടോ. അതായത് ഇപ്പോൾ ചെങ്കോലും കിരീടവും എന്ന് പറഞ്ഞാൽ നമ്മൾ രാജാവ് എന്ന് പറയാതെ തന്നെ ഈ അടയാളങ്ങൾ വെച്ച്
അത് രാജാവിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള അലങ്കാരമാണ് മെറ്റോനിമി. ഫോർ എക്സാമ്പിൾ, സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞാൽ കിങ് എന്ന് പറയേണ്ട കാര്യമില്ല, നമുക്ക് മനസ്സിലായി അത് രാജാവിൻ്റെ കിരീടമാണ്, രാജാവിൻ്റെ കയ്യിലുള്ള അധികാരത്തിൻ്റെ സ്റ്റിക്കാണ് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ രാജാവിനുമായി അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലൊരു ടേബിളുമേ പൊടിയിൽ എന്നാലും പണ്ടൊക്കെ ഒരു വടി, ഒരു കണ്ണട ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചന അത് ടീച്ചറുടെ സ്ഥലമാണ്, അത് ടീച്ചർ ഇരിക്കുന്ന സ്ഥലമാണ് എന്നാണ്. അങ്ങനെ ഈ അടയാളങ്ങൾ വെച്ചിട്ട് ഒരു പദവിയെയോ ഒരു സ്ഥാനത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലിനെയോ സൂചിപ്പിക്കുന്ന അലങ്കാരങ്ങളെയാണ് മെറ്റോനിമി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ കിങ് മസ്റ്റ് ടംബിൾ ഡൗൺ, ഷുഡ് സറണ്ടർ ഹിസ് സെപ്റ്റർ ആൻഡ് സെപ്റ്റർ ആൻഡ് ക്രൗൺ വെൻ ഡെത്ത് കംസ്. മരണം വരുമ്പോൾ രാജാവ് എന്ത് ചെയ്യണം? ഈ രാജാവ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പകരം കിരീടവും ചെങ്കോലൊക്കെ താഴത്ത് വെച്ച് കൂടെ പോവുക എന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ. സോ ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ, എ ഗ്രേറ്റ് equalizer, and in the dust be equal made with the poor crooked scythe and spade. അത് ഡസ്റ്റ് എന്നുള്ള പരാമർശം തന്നെ ബൈബിളുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ബൈബിളിൽ വളരെ സുപ്രധാനമായൊരു ഉദ്ധരണിയുണ്ട്, ഒരു കോട്ടുണ്ട്. കോട്ട് ഇതാണ്: as dust thou come, to death thou returnest. പഴയ ഇംഗ്ലീഷാണ് കേട്ടോ, അതിൽ എങ്ങനെയാണ് ബൈബിളിൽ പഴയ ഇംഗ്ലീഷിലാണ് പറയുന്നത്. ടു ഡസ്റ്റ് thou come, as dust thou come, to dust thou returnest. അതായത് നമ്മൾ മണ്ണിൽ നിന്ന് വരുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു എന്നുള്ളത് ആശയമാണ്. സൈഡ് മീൻസ് നമ്മുടെ അരിവാൾ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ടൂൾ. സ്പെയ്ഡ് നമ്മുടെ കൈക്കോട്ട് എന്നൊക്കെ പറയുന്നത്. അതായത് മരിച്ചാൽ എല്ലാവരും ഈക്വലാണ്, മരണത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ്, രാജാവും ഈക്വലാണ്, പ്രജയും ഈക്വലാണ്, ദരിദ്രനും ഈക്വലാണ്, അതുപോലെ സമ്പന്നനും, എല്ലാവരെയും ഈക്വലൈസ് ചെയ്യുന്ന. ഡെത്ത് ഈസ് എൻ ഈക്വലൈസിങ് പവർ, എ പവർ ലെവൽസ് അവർ ലൈഫ്സ്. ഇതാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ജീവിക്കുമ്പോൾ ആരും തുല്യരല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. ചിലർ അധികാരം കൂടുതലുള്ള ആളുകൾ, ചിലർ അധികാരം കുറവുള്ള ആളുകൾ, ചിലർ പണം കൂടുതലുള്ള ആളുകൾ, ചിലർ തീരെ സമ്പന്നരല്ലാത്ത ആളുകൾ. പക്ഷേ മരണം വരുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് എന്ന വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ് കവി പങ്കുവയ്ക്കുന്നത്. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് സ്റ്റാൻസ. Some men with swords reap the field. Some men conquer the fame with swords. ചിലർ വാള് വെച്ചിട്ടാണ് ഈ പ്രശസ്തിയൊക്കെ നേടുക, കീർത്തി നേടുക. And plant fresh laurels where they kill. Laurels means നമ്മുടെ ഈ ഗ്രീക്ക് രാജാക്കന്മാരൊക്കെ ഉണ്ടാവും, വള്ളിച്ചെടി വെച്ചുള്ളൊരു കിരീടമൊക്കെ ഉണ്ടാവും അവരുടെ തലയിൽ. ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ടൈമിന് അർത്ഥം എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുക, അവാർഡ് പോലെ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുക എന്നൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നൊബേൽ പ്രൈസ് കിട്ടിയ ആളെ വിളിക്കുക നൊബേൽ ലൊറൈറ്റ് എന്നാണ്, നൊബേൽ ലൊറൈറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ചിലർ കൊന്നിട്ടും അധികാരം കൊണ്ടും ഒക്കെയാണ് പ്രശസ്തി സമ്പാദിക്കുക. ബട്ട് their strong nerves at last must yield. Even the strongest man should die. They tame but one another still, early or late. ഇന്നോ നാളെയോ എത്ര കരുത്തനാന്ന് പറഞ്ഞാലും അവർക്ക് മരിച്ചു പോയേ പറ്റൂ. They stood to fate. അത് നിങ്ങൾ ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിയ ഒരു ചക്രവർത്തിയാണ് കിങ് അലക്സാണ്ടർ. അദ്ദേഹം വെറും ഒരു പനി വന്നിട്ടാണ് മരിക്കുന്നത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഹി ഗോസ് ബാക്ക് വിത്ത് ആൻ എംപ്റ്റി ഹാൻഡ്. അതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഒന്നും നേടിയില്ല, ശൂന്യമായ കൈകളോടുകൂടിയാണ് മടങ്ങുന്നത്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഡെത്ത് സീൻ ഓഫ് കിങ് അലക്സാണ്ടർ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ കുറച്ച് മരണരംഗങ്ങൾ ചില സിനിമകളിൽ നിങ്ങൾക്ക് അയച്ചു തരാം. അത് അതിൻ്റെ ഒരു സന്ദർഭം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ദ മാൻ ഹു കോൺകേർഡ് fame with sword
മസ്റ്റ് കോൺകർ ടു ഡെത്ത്. അവരും മരണത്തിന് മുൻപിൽ കീഴടങ്ങിയേ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ വളരെ നേരത്തെ ആവാം, ചിലപ്പോൾ വളരെ വൈകിട്ടാവാം. ബട്ട് ദേ ഈവൻ ഹൗ സ്ട്രോങ് ദേ ആർ, എത്ര സ്ട്രോങ് ആയിക്കോട്ടെ, ദേ ഷുഡ് സറണ്ടർ ബിഫോർ ഡെത്ത് and must give up their murmuring breath when they pale captives creep to death. Okay, let us move to the last stanza. The garlands wither on your brow, the boast no more your mighty deeds. അതായത് നിങ്ങളുടെ your beauty must conquer to death. നിങ്ങൾ എത്ര ഭംഗിയുണ്ടെങ്കിലും അത് മരണത്തിന് മുന്നിൽ കീഴടങ്ങാനുള്ള. Then boast no more your mighty deeds. ഇപ്പൊ നിങ്ങൾ മരിച്ചതിന് ശേഷം ആൾക്കാർ പുകഴ്ത്തി അല്ലെ, എപ്പോഴും ആൾക്കാർ മരിച്ചാലാണ് എത്ര പൊട്ടാളായാലും നല്ല ആളായിരുന്നു എന്ന് പറയാം. ബട്ട് ദിസ് ബോസ്റ്റ് കുഡിൻ ബ്രിങ് ബാക്ക് ലൈഫ്. അങ്ങനെ ആളുകൾ പുകഴ്ത്തിയത് കൊണ്ട് മരണത്തിലേക്ക് പോയ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ദാറ്റ്സ് ദ എന്താ പറയാ, ഒരു അസഹനീയമായൊരു സംഭവം അതാണ്. ദാറ്റ്സ് ദ അൺബെയറബിൾ തിങ് ഇൻ അവർ ലൈഫ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ ഒന്നും നമ്മൾ പറയില്ല, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ഇല്ലാത്ത നല്ലതൊക്കെ പറയും. ബട്ട് ദിസ് ബോസ്റ്റിംഗ്, ദിസ് പ്രൈസിങ് cannot help bring back him or her, bring back a man to his life or her life. Okay. Upon death's purple altar now, see where the victim bleeds. Altar, മരണത്തിന്റെ അൾത്താരയിൽ, അൾത്താര എന്ന പള്ളിയുടെ അച്ഛൻ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ക്രിസ്ത്യൻ നിൽക്കുന്ന ഒരു ഭാഗത്തിന് അൾത്താര എന്ന് പറയാം. There, അപ്പോ in death's altar you can see both the victor and victim bleeds. അതായത് വേട്ടക്കാരനും ഇരയും അല്ലെങ്കിൽ വിജയിയും പരാജയപ്പെട്ട ആളും ഒരുപോലെ ബ്ലീഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മരണത്തിന്റെ അൾത്താര എന്ന് പറയുന്നത്. അതായത് ഡെത്ത് ഓൾസോ ഈക്വലൈസ് ദ വിന്നർ ആൻഡ് ദ മാൻ ഹു ഡിഫീറ്റഡ് അല്ലെ. അതായത് പരാജിതന്റെയും അല്ലെങ്കിൽ ഡെത്ത് ഈക്വലൈസസ് ദ വിന്നർ ആൻഡ് ലൂസർ. അതായത് പരാജിതനെയും വിജയെയും ഒരുപോലെയാക്കുന്ന ഒരു ശക്തിയാണ് മരണം എന്നാണ് പറയുന്നത്. All heads must come to the cold tomb. Everybody ends their journey in their tomb. എല്ലാവരും അവരുടെ യാത്ര അവസാനിക്കുന്നത് കല്ലറയിൽ, ശവക്കല്ലറയിലാണ്. ടൂം എന്നാണ് പ്രൊനൗൺസിയേഷൻ. ബി പ്രൊനൗൺസ് ചെയ്യില്ല. അതായത് സ്പെല്ലിങ്ങിൽ എം കഴിഞ്ഞിട്ട് ബി വന്നാൽ ബി പ്രൊനൗൺസ് ചെയ്യില്ല. ടൂം, ഊം, ബോം ഇങ്ങനെ പറയുള്ളൂ. ടൂം, ഊം, ബോം. ഓക്കെ. Only the actions of the just smell sweet and blossom in the dust. മരണാനന്തരം നിലനിൽക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. നിങ്ങളെ നീതിപൂർവമായ നല്ല പ്രവർത്തികൾ മാത്രമാണ് മരണാനന്തരം നിലനിൽക്കുള്ളൂ. All other things must yield or surrender before the great force called death, the great phenomenon called death, the mysterious phenomenon called death. അതായത് ബാക്കിയെല്ലാം ഈ നിങ്ങളുടെ നന്മയുള്ള നിറഞ്ഞ പ്രവൃത്തി, നീതിപൂർവമായ പ്രവൃത്തി ഒഴിച്ച് ബാക്കിയെല്ലാം മരണമെന്ന വളരെ നിഗൂഢമായ, വളരെ മിസ്റ്റീരിയസ് ആയ ഫിനോമിനൻ മീൻസ് പ്രതിഭാസത്തിന് മുന്നിൽ കീഴടങ്ങാനുള്ളതാണ്. മരണത്തിന് മുന്നിൽ ദരിദ്രനില്ല, രാജാവില്ല, പ്രജയില്ല, വിജയിയില്ല, പരാജയപ്പെട്ട മനുഷ്യനില്ല, എല്ലാവരെയും ഈക്വൽ ആക്കുന്ന ഒന്നാണ് മരണം എന്നാണ് പറയുന്നത്. അതാണ് കവിതയുടെ ടൈറ്റിലിന്റെ അർത്ഥം. എന്താണ്? ഡെത്ത് ദ ലെവലർ, ഡെത്ത് ദ ഈക്വലൈസർ. ഡെത്ത് ഈക്വലൈസസ് ഹ്യൂമൻ ബീയിങ്. ജീവിതത്തിൽ തുല്യത കിട്ടാത്ത മനുഷ്യൻ മരണത്തിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, താങ്ക് യു. See you in another class. Thank you.